ബോസ്, അവനെ ഇവിടെ എങ്ങും കാണുന്നില്ല. അവര് വണ്ടി നിർത്തി. എനിക്ക് തോന്നുന്നത് സോർദാറിനെ അവരെ പിടിച്ചു എന്നാ. ഒരു കൺസൈൻമെന്റ് നടത്താനായിട്ട് അറിയില്ല. നിന്നേക്ക് വെച്ചുകൊണ്ട് ഞാൻ എങ്ങനെ ബിസിനസ് നടത്താം? സോറി ബോസ്. അങ്ങോട്ട് നോക്ക്. ബോക്സ് തുറക്കേ. നോക്കണേ സാർ, എനിക്ക് നന്നായിട്ട് അറിയാം എലികൾക്ക് പിസ്സ വളരെ ഇഷ്ടമാണെന്ന്. എന്നാൽ ഇത് തരാൻ കഴിയില്ല. ഇതിനെല്ലാത്തിനകത്തും പിസ്സ മാത്രമേ ഉള്ളൂ. സാർ, പിസയുടെ ബോക്സിനകത്ത് ലഡു ഉണ്ടാവുകയില്ല. പിസ്സ ബോക്സിനകത്ത് ഗോൾഡ് ഉണ്ടായിരുന്നു. സോർദാറെ, ഇവർ ഗോൾഡ് സ്മഗ്ലേഴ്സ് ആണ്. ഇവരുടെ ബോക്സും നിന്റെ ബോക്സും തമ്മിൽ മാറിപ്പോയതാ. അതെ, എന്റെ ബോക്സ് തിരിച്ചു തന്നേക്ക്. ലാസ്റ്റ് പിസ്സ നീ എവിടെ ഡെലിവർ ചെയ്തത്? പോലീസ് സ്റ്റേഷനിൽ ഇൻസ്പെക്ടർ പാണ്ഡയ്ക്ക്. ഞങ്ങളുടെ ഗോൾഡ് നീ പോലീസിന് കൊടുത്തെന്നോ? നീ തന്നെ പോയി ആ ഗോൾഡ് ഇവിടെ കൊണ്ടുവരണം. നീ വരുന്നത് വരെ ഇവൻ ഞങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ടാവും. അല്ല, ഞാനെന്തിനാ? ഞാൻ പിസ്സ കഴിക്കുക പോലുമില്ല. സംശയമുണ്ടോ? എന്റെ ഇതാണ് എന്റെ വിസിറ്റിംഗ് കാർഡ്. ഈ അഡ്രസ്സിൽ ഗോൾഡ് എത്തിക്കണം. ഇനി സമാധാനത്തിൽ പിസ്സ കഴിക്കാം. എങ്ങനെ വെയിറ്റ് ചെയ്യാനാകും? ആ ബോക്സ് തുറക്കാനേ പാടില്ല. എന്റെ പിസ്സ മോഷിച്ചോട് പോവുകയാണോ? വിടരുതവനെ. അവനുടൻ തന്നെ തടയ. അടിയിൽ കൂടെ പോകാൻ ശ്രമിക്ക. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. നീയൊക്കെ ചെയ്യുന്നത് കുറച്ച് ഓവറാണ്. ഫാൻസ് കണ്ടാൽ തീർച്ചയായും ചിരിക്കും. ഇവരെ കണ്ടതിന് ആൾക്കാർ ചിരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നേ ഇല്ല. എടാ, നിനക്ക് നാണമല്ലേ എന്നെ നിന്നെ കെട്ടിവെച്ചിരിക്കുന്നേ? വേണമെങ്കിൽ കൂട്ടിലാക്കിക്കോ. ഇനി ഒരക്ഷരം മിണ്ടിപ്പോകരുത്. അവരെത്തിപ്പോയി ബോസ്. പോലീസ് എത്തിയിരിക്കുന്നു. ബോക്സിംഗ് താ. ഇതെന്റേതാണ്. അദ്ദേഹം പറഞ്ഞത് ശരിയാ. അതിനകത്ത് സ്വർണത്തിന്റെ ബിസ്ക്കറ്റ് ആണുള്ളത്. സ്വർണത്തിന്റെ ബിസ്ക്കറ്റോ? അതെ, വേണമെങ്കിൽ നോക്കിക്കോ. കഴുതേ. പറഞ്ഞോളൂ. സാർ, ഇവർ ഗോൾഡ് സ്മഗ്ലേഴ്സ് ആണ്. പിടിക്കവരെ. എനിക്ക് വല്ലാതെ വിശക്കുന്നു. സംശയമുണ്ടോ? ഈ സോർദാർ പീഡ്സയും വാങ്ങിച്ചോണ്ട് എപ്പോഴാ വരിക? ഹായ്. നിനക്കെന്താടാ ഹണിയുടെ രോഗം പിടിപെട്ടോ? പിസ്സ വാങ്ങിക്കൊണ്ടുവരാനായിട്ട് പിസ്സ ബോയുടെ യൂണിഫോം ഇടണമെന്നില്ല. സംശയമുണ്ടോ? ഞാൻ പിസ്സ ഡെലിവറി ബോയുടെ ജോലിയുമായിട്ട് വന്നിരിക്കുകയാണ്. ഇത് കേട്ടോ നീയെ? ഇവനെ പിസ്സ വാങ്ങാൻ അയച്ചപ്പോ ജോലി വാങ്ങിച്ചു വന്നിരിക്കുക. ഇനി എന്ത് കഴിക്കും നമ്മള്? ഓഹോ, നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാം. പിസ്സയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് തിന്നാനുള്ള സമയം. സംശയമുണ്ടോ? പോപ്പട്ട്, നിന്നെ എന്തായാലും ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അതെയോ? ഏത് കാര്യത്തിൽ? ഇവനെ നമ്മൾ പറ്റിച്ചതിന്റെ കാര്യം പറഞ്ഞതാണ്. നീയല്ലേ പ്ലാൻ ഇട്ടത്? സോർദാറിനെ പിസ്സ വാങ്ങാൻ പറഞ്ഞയച്ച് അവനെ കൊണ്ട് കാശ് കൊടുപ്പിച്ച് നമ്മള് ഫ്രീ ആയിട്ട് കഴിക്കാന്ന്. അല്ല, ഞാൻ അതല്ല പ്ലാൻ ചെയ്തത്. ഓഹോ, പേടിക്കണ്ട. ജോലി കിട്ടിയ സന്തോഷത്തില് ഈ പിസ്സ എന്റെ ട്രീറ്റ് ആണ്. നിനക്ക് ജോലി ചെയ്യേണ്ട ആവശ്യം എന്താ ഉള്ളത്? സമയവും പോയി കിട്ടും, കാശിന് കാശും കിട്ടുകയും ചെയ്യും. നാളെ പോലെ തുടങ്ങുന്നു ജോലി. നീ എന്താടാ പിസയും കൊണ്ടുപോവുകയാണോ? യെസ് സർ. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ഓർഡർ ചെയ്യാൻ കഴിയില്ല. ഷോപ്പിൽ തന്നെ ഓർഡർ ചെയ്യണം.
അതെയോ ശരി ശരി നീ പോയിക്കോ. നോക്കൂ, ഈ പിസ ഒന്നും ചെയ്യരുത് പ്ലീസ്. എനക്ക് ഇങ്ങോട്ട് പാടാ. ഞങ്ങള് വെറുതെ ടൈം പാസ് ചെയ്യുകയായിരുന്നടാ. ഈ പിസ ഞങ്ങൾ തന്നെയാണ് ഓർഡർ ചെയ്തത്. ഓ, എങ്കിൽ പേയ്മെന്റ് ചെയ്യൂ. പിസ നിങ്ങൾ തന്നെ വെച്ചോളൂ. അല്ല, ഇത് വീട്ടിലാണ് കൊടുക്കേണ്ടത്. എന്നാൽ അരമണിക്കൂറിനുള്ളിൽ എത്തിയില്ലെങ്കിൽ ഇത് ഫ്രീ. ഓ, സോർദാറെ, ബോക്സ് തിരിച്ചതാ. 10 മിനിറ്റ് താമസിച്ചു പോയാ മതി. സോർദാർ, ക്യാച്ച്. എടാ, നീ എന്താ അവിടെ ചെയ്യുന്നത്? എടാ ഇത് പൊട്ടും, സംശയമുണ്ടോ? നിനക്കെന്താണ് കണ്ണ് കണ്ടൂടെ? നിനക്കെന്താ സൂക്ഷിച്ചു വരാൻ പാടില്ലായിരുന്നോ? മരത്തിനെന്തിനാ ഗോൾഡ് പെയിന്റ് അടിച്ച? എനിക്ക് റിമോട്ട് കാർ വാങ്ങാനായിട്ട് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു. ഇവൻ എപ്പോ നോക്കിയാലും ഇതിൽ നിന്ന് പൈസ മോഷ്ടിക്കാനായി നോക്കുന്നുണ്ട്. സംശയമുണ്ടോ? അവൻ ഇതുവരെ ഇതിനകത്ത് ഒറ്റ പൈസ പോലും ഇട്ടിട്ടില്ല. കിട്ടുന്ന കാശെല്ലാം ഐസ്ക്രീമും ചോക്ലേറ്റും വാങ്ങിച്ച് കഴിക്കുക. ഞാനും കാശ് ഇട്ടിട്ടുണ്ട്, മുഴുവനായിട്ട് 1 രൂപ. അറിയാവോ? മരം സ്വർണമായി മാറിയല്ലോ. സ്വർണ്ണ മുട്ടയോ? അപ്പൊ ദേവത തന്ന വരം സത്യമാണ്. ബണ്ണി, സോർദാർ, പോപ്പറ്റ്. കഴുതേ, മരത്തിനെന്തിനാ ഗോൾഡ് പെയിന്റ് അടിച്ച? പെയിന്റ് ഒന്നും അടിച്ചതല്ല, ഇത് സ്വർണമാണ്. ഞാൻ ഏത് സാധനത്തിൽ തൊടുന്നുവോ അത് ഉടൻ സ്വർണമായി മാറും. ഞാൻ പണക്കാരനായി മാറി. നീ പണക്കാരനല്ല, ഭ്രാന്തനായി മാറി. സംശയമുണ്ടോ? എടാ, ഞാൻ പറഞ്ഞത് സത്യമാ. ദേ നോക്ക്, സ്വർണത്തിന്റെ മുട്ട. ഏയ്! ഇത് സത്യത്തിൽ സ്വർണം തന്നെയാണ്. അത് നീ വെച്ചോ, എന്റെ പക്കൽ ഇനിയുണ്ട്. ഞാൻ ഇത് വിറ്റ് ഉടൻ തന്നെ റിമോട്ട് കൊണ്ട് ഓടിക്കുന്ന കാർ വാങ്ങാൻ പോവാ. കൂട്ടറും സ്വർണമായി മാറി. സംശയമുണ്ടോ? ഇത് എന്റെ വകയായിട്ട് സോർദാറിനുള്ള ഗിഫ്റ്റ്. താങ്ക് യു കൂട്ടുകാരാ. ഇനി ഞാൻ സ്വർണ്ണ സ്കൂട്ടറിൽ ചന്തയിലേക്ക് പോകും. നീ വാ, നിനക്ക് ഞാൻ സ്പെഷ്യൽ ന്യൂഡിൽസ് ഉണ്ടാക്കി തരാം. ആ, അതെന്തായാലും.
ഇവൻ തൊടുന്നതെല്ലാം സ്വർണമായി മാറും. എന്റെ അമ്മച്ചി, ഇവൻ എങ്ങാനും എന്നെ തൊട്ടാ ഞാനും സ്വർണമായി മാറും. മുട്ട പോണെങ്കി പോട്ടെ, അത് പിന്നെ ഉണ്ടാക്കാലോ. നിനക്കതിൽ നിന്ന് ഒരു പൈസ കിട്ടാൻ പോകുന്നില്ല. ഇരിക്ക് ഹണി, നിനക്ക് ഞാൻ നൂഡിൽസ് കൊണ്ടുവരാം. എനിക്കൊരു ടോസ്റ്റ് വേഗം എടുക്ക്, വല്ലാതെ വിശക്കുന്നു. സംശയമുണ്ടോ? വെയിറ്റ് ചെയ്യ്, എനിക്കിപ്പോൾ ഹണിക്ക് വേണ്ടി നൂഡിൽസ് ഉണ്ടാക്കണം. കാശുള്ളവർക്ക് മാത്രമേ എന്നും എല്ലാം കിട്ടൂ. സംശയമുണ്ടോ? സ്വർണ്ണ സ്കൂട്ടർ കിട്ടിയതിന്റെ നന്ദിയായിരിക്കുമല്ലേ? നിന്റെ കൂടിനെ ഞാൻ ഇപ്പൊ തന്നെ സ്വർണമാക്കി മാറ്റാം. ഏ? ന്യൂഡിൽസും സ്വർണമായിട്ട് മാറിയല്ലോ. എങ്ങനെ കഴിക്കുക? എന്തായാലും ആപ്പിള് കഴിക്കാം. ശരി, എന്തായാലും വെള്ളം കുടിക്കാം. എന്ത് പറ്റി? ഇവൻ കുടിച്ച വെള്ളവും സ്വർണമായി മാറിയെന്ന് തോന്നുന്നു. വെള്ളവും സ്വർണമായിട്ട് മാറി. സംശയമുണ്ടോ? ഇങ്ങനെ കിടന്ന പട്ടിണി കിടന്ന് ഞാൻ തീർച്ചയായിട്ടും മരിക്കും. കൊച്ചളിയ, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ. ഹണി, നീ ബണ്ണി ഇപ്പോൾ സ്വർണമാക്കി മാറ്റി. കൊച്ചളിയ, കൊച്ചളിയ. ഇനി ഇവനെ ഷോക്കേസിൽ വെക്കാൻ മാത്രമേ കഴിയൂ. സംശയമുണ്ടോ? ബണ്ണി, എടാ ബണ്ണി, എന്തെങ്കിലും ഒന്ന് പറയേ. ഇല്ല, ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു. കണ്ടോ നിന്റെ അളിയെ നിനക്കിട്ട് തന്ന പണി? ഇല്ല, എനിക്ക് ബണ്ണി ഇല്ലാതെ ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. ദേവതേ, ദേവതേ, ഹാപ്പി ദേവതേ, ഹാപ്പി ദേവതേ. ദാ നോക്ക്, എനിക്ക് എന്റെ ബണ്ണിയെ ഉടനെ വേണം. എനിക്ക് എന്തായാലും ഈ വരം വേണ്ട. വേഗം ബണ്ണിയെ പഴയതുപോലെ ആക്കണം. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നിനക്ക് പണക്കാരനാകണമെന്ന് പറഞ്ഞു, ഞാൻ പണക്കാരനാക്കി. ദേ നോക്ക്, നിന്റെ അടുത്തുള്ള എല്ലാ സാധനവും സ്വർണമായി മാറി. നിന്റെ കൊച്ചളിയനും. തുടങ്ങിയാലോ? ആദ്യം ടോസ് ഇട്, എന്നിട്ട് നമുക്ക് തുടങ്ങാം. നീ തന്നെ വേണമെങ്കിൽ തുടങ്ങിക്കോ, ഞാനല്ലേ ജയിക്കാൻ പോകുന്നത്. കമാൻ കമാൻ, നമുക്കിപ്പോ തന്നെ തുടങ്ങാം. ബോൾ എറിഞ്ഞ് കളി നമ്മൾ തന്നെ ജയിക്കണം. ഓ നോ, ഇതെന്റെ കയ്യിൽ തന്നെ കുടുങ്ങിയിരിക്കുകയാണ്. ജയിച്ചു, ജയിച്ചു. ഡിസ്ക്വാളിഫൈഡ് ആയി. മുനിസിപ്പൽ ഗാർഡനിൽ കളിക്കുന്നവരൊക്കെ മോളിൽ വന്നാൽ ഇങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കുക. എങ്ങനെ കളിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ കളിച്ച് കാണിക്കാം. സംശയമുണ്ടോ? സോറി, അറിയാതെ വീണുപോയതാണ്. ഇവനൊക്കെ ഗെയിം സോണിൽ വന്നാൽ വേറെന്താ സംഭവിക്കുക? എന്റെ അമ്മച്ചി, എന്റെ നടു ഒടിഞ്ഞു. ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കളിയല്ല. നിങ്ങൾ വീട്ടിൽ പോയി കുട്ടിയും കോലും കളിക്കാൻ നോക്ക്. നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് സണ്ണി.
സംശയമുണ്ടോ? ഇത് കോൺസെൻട്രേഷൻ ഗെയിമാണ്. എന്നാൽ നിന്റെയൊക്കെ കോൺസെൻട്രേഷൻ എപ്പോഴും ആഹാരത്തിൽ മാത്രമേ ഉള്ളൂ. നിന്റെ കോൺസെൻട്രേഷൻ എന്താ അത്രയ്ക്ക് വലുതാ? എന്താ സംശയമുണ്ടോ? ഇതെന്നെ കോപ്പി അടിക്കാണ്. നീ കാറ്റല്ല, കോപ്പി കാറ്റാണ്. സംശയമുണ്ടോ? സണ്ണി, നമ്മൾ തമ്മിലൊരു ഫൈനൽ കോമ്പറ്റീഷൻ വെക്കാം. കണ്ണ് കെട്ടിക്കൊണ്ട് നമുക്ക് കളിക്കാം. ആ, ആ. ആര് ജയിക്കുമെന്ന് നോക്കാലോ. ഞാൻ സമ്മതിച്ചു. നിന്നെ ഞാൻ ഉറക്കത്തിൽ പോലും തോൽപ്പിക്കും. ഉം, ഉം, ഉം. ആ, 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 ആ. ആ, യേയ്. ബണി, നീ കണ്ണ് തുറന്നു വെച്ചെന്നെ കളിച്ചോ. എന്നാലും നിനക്ക് ജയിക്കാൻ കഴിയില്ല. ഇനി ബണ്ണിയുടെ ടേണാണ്. അങ്ങനെ തന്നെയാണോടാ ബണ്ണി? അങ്ങനെ തന്നെ. സബാഷ്. സണ്ണി, എന്നെ കണ്ടാ നിനക്ക് ഗോൾ പോസ്റ്റ് പോലെ ഉണ്ടോ? സോറിടാ, നിന്നെ കാണാൻ അതുപോലെ തന്നെ ഉണ്ട്. എപ്പോഴും ഹിറ്റ് ചെയ്യാൻ തോന്നുകയാ എനിക്ക്. നിങ്ങൾ എല്ലാവരും വല്ലാത്ത ബോറിംഗ് ആയിരിക്കും. എപ്പോ നോക്കിയാലേ ഫുട്ബോൾ കളി മാത്രമേ ഉള്ളൂ. എങ്കിൽ ക്രിക്കറ്റ് കളിച്ചാലോ? വേണ്ട, നമുക്ക് മാളിൽ പോവാം. ഇവിടെ ഗെയിം സോണിൽ ബോളിംഗ് കളിക്കാം നമുക്ക്. ആ? ആ. ഏയ്, ഞാൻ കളി തുടങ്ങാൻ പോവാ. നോക്ക്. കിട്ടി, ഇത് നോക്ക്. നമുക്കും ജോളിയായിട്ട് കളിക്കാം. അത് മാത്രമില്ല. ബൈ ഹണി. ആ? ആ. റെഡി. ഹണി സൂക്ഷിച്ച്. അടീ, നിനക്കൊന്ന് നോക്കി കളിച്ചുകൂടെ? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അതെ, ഞാൻ ശരിക്കും കുടുങ്ങി. സംശയമുണ്ടോ? ഞാൻ നിന്നെ പുറത്തെടുക്കാം. എടാ, എനിക്ക് ശരിക്കും തല കറങ്ങുന്നു. സംശയമുണ്ടോ? എടാ, എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക്. ഓക്കേ. വൗ, നല്ല രസമായിരിക്കുന്നു. ഏയ്, നീ എന്തായി കാണിക്കുന്നത്? സോറി. എടാ, നീ എന്തിനാ കിറ്റിയെ ശല്യം ചെയ്യുന്നത്? ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ. ഓക്കെ ഫ്രണ്ട്. ആ, ആ,
നിനക്ക് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ ബണി. കലക്കി കിറ്റി കലക്കി.